മാധ്യമ മേഖല, മാധ്യമ പ്രവർത്തനം ഒട്ടേറെ മാറ്റങ്ങളും വെല്ലുവിളികളും നേരിടുന്നൊരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് അഭിമാനം കൊള്ളാവുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമാനിച്ചിരുന്ന ഒരു ഇന്നലകൾ നമുക്കുണ്ടായിരുന്നു. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പോലെയുള്ള പത്രാധിപർ, ഒരു പത്രത്തിൻ്റെ പൂർണ്ണ ചുമതലയും ഉത്തരവാദിത്വവും സ്വാതന്ത്ര്യവും നൽകിയ പത്ര ഉടമ വക്കം മൗലവി. അത്തരത്തിലുള്ള ഇന്നലകൾ നമുക്ക് അഭിമാനിക്കാനുണ്ട്. പക്ഷേ ഇന്ന് മാധ്യമ മേഖല എവിടെ ചെന്ന് നിൽക്കുന്നു? അതിൻ്റെ സ്വാതന്ത്ര്യം എത്രത്തോളമുണ്ട്? അതിൻ്റെ പ്രസക്തി, ധാർമ്മികത, വിശ്വാസ്യത ഇതെല്ലാം എവിടെ എന്നെല്ലാമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇതിനായി എന്നോടൊപ്പമുള്ളത് മീഡിയ വണ്ണിൻ്റെ മാനേജിംഗ് എഡിറ്റർ ശ്രീ സി ദാവൂദാണ്. കൂടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ടി നാസറുമുണ്ട്. സ്വാഗതം. ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ജനമനസ്സുകളെ സ്വാധീനിക്കുന്നതിൽ മാധ്യമ മേഖല അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ആഫ്രോ അമേരിക്കൻ സോഷ്യൽ ആക്ടിവിസ്റ്റായിരുന്ന മാൽക്കം എക്സിൻ്റെ ഒരു വാക്കുകൾ ഞാൻ ഉദ്ധരിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു കുറ്റവാളിയെ നിരപരാധിയാക്കാനും നിരപരാധിയെ കുറ്റവാളിയാക്കാനുള്ള ശക്തി മാധ്യമങ്ങൾക്കുണ്ട്. അത്രത്തോളം അത് ജനമനസ്സുകളെ നിയന്ത്രിക്കുന്നു. ഇന്ന് നമ്മുടെ മാധ്യമ മേഖല എത്രത്തോളം ഈ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു? അതിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ പൊതുസമൂഹം ആവശ്യപ്പെടുന്ന രീതിയിലുള്ളൊരു മാധ്യമ പ്രവർത്തനം മാധ്യമ മേഖലയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ? അല്ല, അതിൽ രണ്ട് വിഷയമുണ്ട്. ഒന്ന്, സമൂഹം ആവശ്യപ്പെടുന്നതാണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയാണോ വേണ്ടത് എന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് സമൂഹത്തിന് ആവശ്യമുള്ളത് അല്ലെങ്കിൽ സമൂഹം ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുക എന്നുള്ളതായി ആവണമെന്നില്ല മാധ്യമധർമ്മം. അടിസ്ഥാനപരമായി മാധ്യമധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു കീപ് പീപ്പിൾ ഇൻഫോംഡ് എന്നുള്ളതാണ്. കാര്യങ്ങളെക്കുറിച്ച് ശരിയായ വിവരം, ശരിയായ വസ്തുതാ കഥനം നടത്തുക, അത് ശരിയാം വിധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഈ തങ്ങൾക്ക് മുമ്പിൽ വന്നു കിട്ടുന്ന വസ്തുതകളെ വിശകലനം ചെയ്യുവാനും അതിലെ ശരിതെറ്റുകൾ മനസ്സിലാക്കുവാനുമുള്ള ശേഷി മനുഷ്യർക്കുണ്ട്, സമൂഹത്തിനുണ്ട്. അവർ അതിൽ നിന്നൊരു തീർപ്പിലെത്തുന്നു, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലെത്തുന്നു. അതിനനുസരിച്ച് അവർ പ്രതികരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ മുമ്പ് ആ ശേഷി മാധ്യമങ്ങളത് വളരെ ഗംഭീരമായി നിർവഹിച്ചു. ഇന്ന് അങ്ങനെയൊന്നും നിർവഹിക്കുന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മുമ്പ് വളരെ അധികം പരിമിതികളുണ്ടായിരുന്നു. ഇന്ന് ആ പരിമിതികൾ ഇന്നില്ല. പക്ഷേ ഇന്ന് വേറെ പല സാധ്യതകളുണ്ട്. അന്നില്ലാത്ത പല പ്രശ്നങ്ങളും ഇന്നുണ്ട്. ഇന്ന് ഉള്ള പല സാധ്യതകളും അന്ന് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുമ്പ് കാലം വളരെ നല്ല കാലമായിരുന്നു, ഇപ്പോൾ വളരെ മോശമായിരുന്നു എന്നൊരു തീർപ്പ് എനിക്കില്ല, നിശ്ചയമായും ഇല്ല. അതിൽ ഭരണകൂടങ്ങളുടെ സമീപനം, അപ്പം സ്വദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ഭരണകൂടങ്ങളും എല്ലാ കാലത്തും ഭരണകൂടങ്ങൾ മാധ്യമങ്ങളോട് മോശമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്, ശരിയായ സമീപനം സ്വീകരിച്ച ആളുകളുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചരിത്രമെടുത്ത ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമുക്കറിയാം. തന്നെക്കുറിച്ച് കാർട്ടൂൺ വരാത്തത് കണ്ടപ്പോൾ കാർട്ടൂണിസ്റ്റിനെ വിളിച്ച് അങ്ങോട്ട് അന്വേഷിച്ചു, എനിക്ക് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച നെഹ്റു നമുക്കുണ്ട്. ഇത് ഇന്ത്യയിൽ തന്നെ അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പത്രമാരണ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഭരണകൂടങ്ങൾ എപ്പോഴും മാധ്യമങ്ങൾക്ക് മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിയ അതിഭീകരമായ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗീബൽസിനെ കുറിച്ച്, ഗീബൽസ് എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ പ്രചാരണകാര്യ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണി തന്നെ ഇതായിരുന്നു, മാധ്യമങ്ങളെ ഹിറ്റ്ലർക്ക് അനുകൂലമായി മാറ്റിയെടുക്കുക, മാധ്യമങ്ങളെ ഒരു പ്രൊപ്പഗാൻഡ മെഷീനറി ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അത് പിന്നീട് നമുക്കറിയാം, അമേരിക്ക ഇപ്പോൾ ഈ മീഡിയ സ്റ്റഡീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി മെറ്റീരിയലാണ് ഈ നെയ്റ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. അമേരിക്കയുടെ ഇറാഖ് യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള പൊതുജനാഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരു വ്യാജ ടെസ്റ്റിമണി അമേരിക്കൻ കോൺഗ്രസ്സിന് മുമ്പിൽ ഒരു വ്യാജ ടെസ്റ്റിമണി കൊണ്ടുവരികയും അത് വെച്ച് വലിയ വാർത്തകൾ ഉണ്ടാക്കുകയും ആ വാർത്തയിൽ ആംനസ്റ്റി ഇൻ്റർനാഷണൽ പോലെയുള്ള അന്താരാഷ്ട്ര പ്രസിദ്ധമായ വളരെ പ്രൊഫഷണലായിട്ടുള്ള ഏജൻസി പോലും വീണു പോവുകയും ഇറാഖിനെതിരായിട്ടുള്ള യുദ്ധം അനിവാര്യമാണ് എന്ന തീർപ്പിൽ ലോകമെത്തുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇറാഖിൽ യുദ്ധം നടക്കുന്നു, ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുന്നു. അതിനുശേഷമാണ് ഈ നെയ്റ സബാഹ് എന്ന് പറയുന്ന ആ കുട്ടി, അവൾ വന്നിട്ട് നടത്തിയ ടെസ്റ്റ് മണി, എന്താണ്, കുവൈത്തിലെത്തിയ ഇറാഖി പട്ടാളം കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞു എന്നായിരുന്നു അവരുടെ ടെസ്റ്റ് മണി. ആ ടെസ്റ്റ് മണി സമ്പൂർണ്ണമായും നുണയായിരുന്നു, വ്യാജമായിരുന്നു എന്ന് പിന്നീടാണ് വെളിപ്പെടുന്നത്. ഒന്ന് ആലോചിക്കണം, ലോകത്തുള്ള ഏറ്റവും മികച്ച പ്രൊഫഷണൽ മാധ്യമങ്ങളെല്ലാം
ആ ടെസ്റ്റ് മണി വലിയ തോതിൽ ക്യാരി ചെയ്തു. ആംനസ്റ്റി ഇൻ്റർനാഷണൽ ഇടപെടുന്നു, UN ഇടപെടുന്നു, ഇൻ്റർനാഷണൽ കോalition രൂപപ്പെടുന്നു, ഇറാഖിനെതിരെ യുദ്ധം നടക്കുന്നു. എന്താണ്? ഒരു കള്ളക്കഥ. പിന്നീടാണ് മനസ്സിലാകുന്ന ഒരു PR ഏജൻസി അമേരിക്കയ്ക്ക് വേണ്ടി ആ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കുകയായിരുന്നു. അപ്പോൾ അതെപ്പോഴാണ് സംഭവിക്കുന്നത്? അത് വളരെ ആധുനിക കാലത്താണ്, 1990-ന് ശേഷം സംഭവിക്കുന്നതാണ്. അപ്പോൾ എല്ലാ കാലത്തും ഈ നിലക്കുള്ള വിവിധ തരത്തിലുള്ള അധികാര ശക്തികൾ പല സ്വഭാവത്തിലൂടെ പല വഴിക്ക് മാധ്യമങ്ങളെ സ്വാധീനിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ശക്തി ഉപയോഗിച്ച്, ഭീഷണി ഉപയോഗിച്ച്, പ്രലോഭനങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട്. ഈ നിലക്കുള്ള വളരെ എന്താ പറയുക ടാക്റ്റിക്കലായിട്ടുള്ള PR എക്സസൈസിലൂടെയൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനോട് പ്രതികരിച്ചും അതിനോട് പ്രതിരോധിച്ചുമാണ് മാധ്യമ മേഖല, ചിലപ്പോൾ അതിനോട് വഴങ്ങിയുമാണ് മാധ്യമ മേഖല ഇത്രയും കൂടെ എത്തിയിട്ടുള്ളത്. ഇന്നും അതേ അവസ്ഥ അതിൻ്റെ എല്ലാ ഡൈവേഴ്സിറ്റിയിലും തുടരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം വസ്തുതകളുടെ കാര്യം പറഞ്ഞു, വസ്തുതകൾ നമ്മൾ അവതരിപ്പിക്കുന്നു. ആ വസ്തുതകൾ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മൾ പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ഇപ്പം പാശ്ചാത്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും ഈ ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് അതിനെ വിശകലനം ചെയ്യാൻ തോന്നുന്നു. എത്രത്തോളം പോസ്റ്റ് ട്രൂത്ത് എന്ന കള്ളങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക, സയനിസ്റ്റുകളുടെ നുണ ഒരുപാട് നമ്മൾ കേൾക്കുന്നു, അത് പൊളിയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഏതൊരു ഭരണകൂടമാണെങ്കിലും ഇത് മാധ്യമങ്ങൾ അതിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു ലോകക്രമത്തിൽ കൂടെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഒരു മറികടക്കൽ സാധ്യമാകുക? അത് ഇന്ത്യയുടെ സാഹചര്യത്തിലും ദേശീയ മാധ്യമങ്ങളുടെ സാഹചര്യത്തിലും പ്രസക്തമാണ്. ഈ മറികടക്കൽ സാധ്യമാവുക എന്ന് പറഞ്ഞാൽ അത് മാധ്യമം എന്ന നിലക്ക് ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മൊത്തം സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ നമ്മൾ പറയുന്ന ഈ മാധ്യമ വ്യവസായം എന്ന് പറഞ്ഞ ഈ സംഗതിക്ക് എങ്ങനെ മൊത്തത്തിൽ മറികടക്കൽ സാധ്യമാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിലും എൻ്റെ ഒരു അനുഭവത്തിലുള്ള പേഴ്സണലി ഓരോ മാധ്യമ പ്രവർത്തനവും അതിന് തയ്യാറാവണം എന്നുള്ളതാണ്. അത് വളരെ സിമ്പിളുമാണ്. അതത്ര ഭയങ്കര സൈദ്ധാന്തിക പ്രശ്നവും ഭയങ്കരമായ ഭരണകൂടങ്ങൾ നമ്മളെ നേരിട്ട് വന്നിട്ട് ബേജാറാക്കുന്ന സംഗതിയൊന്നുമില്ല. വളരെ സീരിയസ്. നമ്മൾ ഈ മതജീവിതത്തിൽ ആളുകൾ പറയില്ലേ, ഇപ്പം പ്രത്യേകിച്ച് മതപുരോഹിതന്മാരൊക്കെ കുറിച്ചൊക്കെ പറയുന്ന ഒരു സംഗതിയിലുണ്ട്. അവരുടെ സൂക്ഷ്മത, മതത്തിൻ്റെ നിയമങ്ങളെ ജീവിതത്തിൽ പാലിക്കുന്ന കാര്യത്തിൽ മൂപ്പർ കാണിക്കുന്ന സൂക്ഷ്മത എന്ന് പറയുന്നൊരു സാധനം. അതേപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് നമ്മൾ പറയുന്നൊരു സംഗതിയുണ്ട്, ആദർശം പാലിക്കുന്ന കാര്യത്തിൽ. കേരളത്തിലൊക്കെ ആണെങ്കിൽ സാധാരണ പറയുന്ന ആദർശധീരനായ രാഷ്ട്രീയ പ്രവർത്തകർ. ഇതേപോലത്തെ ഒരു സൂക്ഷ്മത ഈ പറയുന്ന മാധ്യമധർമ്മം എന്ന് പറഞ്ഞൊരു സംഗതി പാലിക്കുന്നതിൽ പേഴ്സണലായിട്ട് ഓരോ മാധ്യമപ്രവർത്തകനും കഴിയുന്നുണ്ടോ? അത് മാധ്യമപ്രവർത്തകൻ, റിപ്പോർട്ടർ ആണെങ്കിൽ റിപ്പോർട്ടർ, ഡെസ്കിലുള്ള സബ്ഡിറ്റർ ആണെങ്കിൽ സബ്ഡിറ്റർ, ആ ലെവൽ ആണെങ്കിൽ ആ ലെവലിൽ, അതല്ല കുറച്ചുകൂടെ വലുതായിട്ട് ഒരു എഡിറ്റർ ആവുമ്പോൾ എഡിറ്ററുടെ ലെവലിൽ, ഈ ലെവലിൽ ഇത് പാലിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അങ്ങനെ വ്യക്തിപരമായിട്ട് ഈ മേഖലക്കകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇത് പാലിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾക്ക് കഴിയും, ഈ ഫ്രട്ടേണിറ്റിക്കും കഴിയും. അത് കഴിയില്ലെങ്കിൽ നമ്മളിത് ഭയങ്കര സൈദ്ധാന്തികമായിട്ട് എന്തോ മാധ്യമങ്ങൾ വന്നിട്ട് എന്തോ കാണിക്കുന്നതെന്ന് പറയുന്ന അല്ല, ഭരണകൂടങ്ങൾ വന്നിട്ട് ഭരണകൂടങ്ങളുടെ പുതിയ നിയമങ്ങൾ വന്നിട്ടും കാണിക്കുന്നതെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. നേരത്തെ ദാവൂസായി പറഞ്ഞല്ലോ. അപ്പോൾ കേരളത്തിൽ തന്നെയൊക്കെ സ്ഥിതി എന്താ? കേരളത്തിൽ രാമകൃഷ്ണപിള്ള മാത്രമല്ല, കേസരി ബാലകൃഷ്ണപിള്ളേൻ്റെ ഒക്കെ സംഭവത്തിൽ കേസരിയൊക്കെ ഒരു പത്രം അവസാനിപ്പിക്കുക, ഒരു പത്രം ഇപ്പം ഇയാളുടെ കാര്യത്തിൽ തന്നെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ഈ വക്കമൗലവിൻ്റെ കാര്യത്തിൽ തന്നെ. അവരുടെ ഒരു പത്രം ഗവൺമെൻറ് നിരോധിക്കുകയാണ്, അവർ വേറെ ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പത്രം തുടങ്ങും. അത് ഇവിടെ മാത്രമൊന്നുമല്ല, എല്ലാ സ്ഥലത്തും. ഈ മൗലാന മുഹമ്മദ് അലി ജൗഹറും മൗലാന അബുൽ കലാം ആസാദും ഒക്കെ ആണെങ്കിലും അവരൊരു പത്രം, ഇപ്പം അവർ കോമ്രേഡ് എന്ന് പറഞ്ഞൊരു പത്രം എടുത്ത് വെക്കും. കോമ്രേഡ് ഒരു പൂട്ടിക്കാണെങ്കിൽ അൽബലാഗ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടാവും, അത് പൂട്ടിക്കാണെങ്കിൽ അൽബലാൽ എന്ന് പറഞ്ഞൊരു പത്രം തുടങ്ങും. ഇവരിങ്ങനെ നിരന്തരമായിട്ട് പോകും. ആ ഒരു കാലം വേറെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പേഴ്സണലൈസ്ഡ് ജേർണലിസ്റ്റുകളുടെ ഒരു കാലം. ഒന്നുകിൽ കേരളത്തിലൊക്കെ നമ്മൾ കണ്ടിരുന്ന പോലെ കേസരി ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു പത്രാധിപർ, അദ്ദേഹത്തിൻ്റെ പത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുക. അല്ല, ഇപ്പോൾ കർണാടകയിലൊക്കെ ആണെങ്കിൽ അടുത്ത കാലത്ത് പോലും കണ്ടിരുന്ന പോലെ ലങ്കേഷ് പത്രിക എന്ന് പറഞ്ഞിട്ടൊരു പത്രാധിപർ അദ്ദേഹത്തിൻ്റെ പേരിൽ പത്രം തുടങ്ങുക. ലങ്കേഷ് പത്രികയുടെ നിലവാരം ഇന്നതാണെന്ന് ലങ്കേഷ് പത്രിക എന്ന് കേൾക്കുന്നവർക്കറിയാം. കേസരി ബാലകൃഷ്ണപിള്ളയുടെ പത്രങ്ങളുടെ നിലവാരം എന്നതായിരിക്കുന്നു ഇവർ കണ്ടാലറിയാം. അതെന്താണ്? അത് അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരുടെ ജീവിതവും ഇത് പത്രപ്രവർത്തനവും തമ്മിൽ വേറെ ആയിരുന്നില്ല, ഒന്ന് തന്നെ ആയിരുന്നു. അത്രമാത്രം ഒന്നും കഴിയില്ലെങ്കിലും ഇപ്പോൾ ജേർണലിസ്റ്റായിട്ട് ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ധാർമ്മികത, അതിൻ്റെ ആദർശം, അതിൻ്റെ സൂക്ഷ്മത എന്നിവ ജേർണലിസ്റ്റുകൾക്ക് വ്യക്തിപരമായി പാലിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ഇതിൻ്റെ മൊത്തത്തിൽ. അത് കാലമേതോ ആവട്ടെ, സാങ്കേതിക വിദ്യ ഏതോ ആവട്ടെ,
ഭരണകൂടങ്ങളോ ഭരണ സാഹചര്യങ്ങളോ ഏതോ ആവട്ടെ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതൊക്കെ സാഹചര്യത്തിൽ പിന്നെ ഇപ്പം 1975 അടിയന്തരാവസ്ഥയിൽ പോലും പിന്നെ ഇവിടെ കല്ലച്ചിൽ പത്രങ്ങൾ ഇറക്കിയിട്ട് പിന്നെ കടലാസിലാക്കിയിട്ട് നേരം വിളിക്കുന്നതിന് മുമ്പ് മനുഷ്യന്മാരെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ എറിഞ്ഞു കൊടുത്തിട്ട് പത്രം കാണിച്ചില്ലേ, വിവരങ്ങൾ എത്തിച്ചിട്ടുണ്ടല്ലോ. അത് നടക്കും. ജേർണലിസ്റ്റുകൾ അതിന് തയ്യാറാവുകയും അതിൻ്റെ ഒരു ചരിത്രവും അതിൻ്റെ ഒരു 2-3 തരം ബോധങ്ങളുണ്ടല്ലോ. മനുഷ്യന് ബോധം ഉണ്ടായിരിക്കണം എന്ന് പറയും സാധാരണഗതിയിൽ. ഇതിൽ ആ ബോധം മാത്രം പോരാ, ഒരു ചരിത്രബോധം, സാമൂഹ്യബോധം എന്നിവ വളരെ കൃത്യമായിട്ടുണ്ടായിരിക്കണം, യാഥാർത്ഥ്യബോധം. അതില്ലെങ്കിലാണ് ഈ പറഞ്ഞ സാധനത്തിലൊക്കെ പെട്ടുപോവുക. അതിൽ നിന്നാണ് ചോദ്യം. ഇപ്പോൾ യാഥാർത്ഥ്യബോധം അല്ലെങ്കിൽ സാമൂഹ്യ ബോധം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ന്യൂസ് റൂമുകളിലേക്ക് വരിക. ഓരോ ന്യൂസ് റൂമുകളും ഇപ്പം വ്യത്യസ്ത താല്പര്യങ്ങളുള്ള കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണകൂട താല്പര്യങ്ങൾക്കും വിധേയമായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ താല്പര്യങ്ങൾ വ്യത്യസ്തമായ ന്യൂസ് റൂമുകളും ജേർണലിസ്റ്റുകളാണ് നമ്മൾക്കുള്ളത്. ആ ന്യൂസ് മുറികളിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പഴയകാല രീതിയിൽ നമ്മളിപ്പോൾ പറയുന്ന രീതിയിലുള്ള ഒരു മാധ്യമപ്രവർത്തനം സാധ്യമാകും അല്ലെങ്കിൽ സാധ്യമാക്കപ്പെടുന്നത് എങ്ങനെ? അല്ല, ഇതിലെ ഒരു കാര്യം, ഏതെങ്കിലും നിലക്ക് താല്പര്യങ്ങളില്ലാത്ത താല്പര്യ വിരക്തരായ മനുഷ്യർ ലോകത്തുണ്ടാവില്ല. എന്തെങ്കിലും നിലക്കുള്ള താല്പര്യങ്ങൾ, അത് രാഷ്ട്രീയമാകാം, ബിസിനസ്സുമായി ബന്ധപ്പെട്ടാകാം, പല നിലക്കുള്ള താല്പര്യങ്ങളുള്ള മനുഷ്യരാണ് ഈ സംഭവങ്ങളെല്ലാം നടത്തുന്നത്. അപ്പോൾ താല്പര്യ വിരക്തർ, താല്പര്യമുക്തർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. ഏത് വ്യക്തികൾക്കും ഏത് സ്ഥാപനത്തിനാണോ അതുണ്ടാകും. അങ്ങനെ ഞാൻ പറയുന്ന അങ്ങനെ വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ആളുകൾ, എല്ലാവരുടെയും മാധ്യമങ്ങൾ വരട്ടെ, എല്ലാവരുടെയും ആളുകൾ മനസ്സിലാവുമല്ലോ, ഇവരിതാണ്, അവരതാണ്. അപ്പോൾ ഇങ്ങനെ പല നിലക്കുള്ള പല സ്വഭാവത്തിലുള്ള പല താല്പര്യങ്ങളുള്ള, ആ താല്പര്യങ്ങൾ ചില നല്ല താല്പര്യങ്ങളായിരിക്കും, ചിലത് മോശം താല്പര്യങ്ങളായിരിക്കും, ചിലത് രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നതായിരിക്കും, ചില കാര്യങ്ങളിൽ പ്രശ്നമായിരിക്കും, ചില കാര്യങ്ങളിൽ ഓക്കെ ആയിരിക്കും. ഇതെല്ലാം എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം കൂടെ ഈ ഇൻഡസ്ട്രിയെ കൂടുതൽ ഡിവേഴ്സ് ആക്കുകയാണ്, കൂടുതൽ വൈവിധ്യവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. എൻഡ് ഓഫ് ദി ഡേ ആളുകളെ സംബന്ധിച്ച് ഇതിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? മനുഷ്യരാണ് നാട്ടിൽ. അവർക്കിതൊക്കെ വേർതിരിച്ചറിയാൻ പറ്റുമെന്നേ. ഇവരെന്താണ് പറയുന്നത്, ഇവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അവിടാണ് ഈ മാധ്യമ സാക്ഷരത ഉണ്ടാവുക എന്നുള്ളത്. പിന്നെ പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഈ മാധ്യമ സാക്ഷരതയുടെ ഒരു പ്രാധാന്യം അവിടെ വരുന്നു. തീർച്ചയായും അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഈ ഒരു മാധ്യമ സ്ഥാപനം ഒരു വാർത്ത ഒരു പ്രത്യേക രീതിയിൽ ചെയ്തു എന്നിരിക്കാം, അത് അങ്ങനെ സ്വതന്ത്രമായി ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നില്ലല്ലോ. അതിനെക്കുറിച്ചുള്ള എന്തോരം വിശകലനങ്ങൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, വിശകലനങ്ങൾ, പരിഹാസങ്ങൾ, ട്രോളുകൾ, അഭിനന്ദനങ്ങൾ, ഇതെല്ലാം സമൂഹത്തിൽ നടക്കുന്നില്ലേ? അതെന്താണ്? നിങ്ങളൊരു വാർത്ത പ്രൊഡ്യൂസ് ചെയ്ത് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് അച്ചടിച്ച് പ്രസ്സിൽ കയറി വിതരണം ചെയ്യുക, അതോടുകൂടി അത് അവസാനിക്കുന്നില്ല. ആ ഒരു പ്രക്രിയ പൂർത്തീകരിക്കുന്നില്ല. ആ വാർത്തയ്ക്കുമേൽ സംഭവിക്കുന്ന നിരവധിയായിട്ടുള്ള ചർച്ചകളും വിശകലനങ്ങളും പ്രതികരണങ്ങളും വിമർശനങ്ങളും അഭിനന്ദനങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് ഈ പറയുന്ന പ്രക്രിയ എന്ന് പറയുന്നത്. അങ്ങനെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ നമുക്ക് അധികം മാധ്യമങ്ങളില്ല. മാധ്യമങ്ങൾ വിശകലനം ചെയ്യാൻ എന്താ നമുക്ക് സംവിധാനം? പത്രാധിപർക്കുള്ള കത്ത് ആണോ? അത് നമ്മൾ എഴുതി പിന്നെ തപാലിലിട്ട് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് അയച്ച് അങ്ങ് പുള്ളിക്കെത്തി, പുള്ളി അത് നോക്കി പ്രസിദ്ധീകരിച്ചാലായി. പത്രാധിപർ തള്ളിക്കളഞ്ഞ കത്തുകളുമായിട്ട് ഇറങ്ങിയ സ്ഥലമാണ് കേരളം. അങ്ങനെയല്ലേ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ അത് നേരത്തെ ഉള്ളതിനേക്കാൾ ചടുലമായി കഴിഞ്ഞു. പത്രങ്ങളോടോ അല്ലെങ്കിൽ പത്രങ്ങളുടെ ഉള്ളടക്കത്തോടോ ഇപ്പോൾ മൊത്തം ഒരു പത്രത്തെ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തെ പൊതുവെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു മാധ്യമ സ്ഥാപനമാണെന്ന് വിചാരിക്കുക. അവരുടെ വാർത്തകൾ, വിശകലനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരു പെർട്ടിക്കുലർ പീസ് ഓഫ് ന്യൂസ് അത് കുഴപ്പമാണ്, അതിൽ പ്രശ്നമുണ്ട് എന്ന് അതിനോട് എന്തോരം പ്രതികരണം ഉണ്ടാവും അല്ലേ? ദ വെരി മൊമെൻറ്റ് ആ വാർത്ത പോയ അടുത്ത സെക്കൻഡ് തന്നെ അതിനുള്ള പ്രതികരണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സോഫിയ പറഞ്ഞൊരു മാധ്യമ സാക്ഷരത എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിഭയങ്കരമായ ഒരു മാധ്യമ ആക്ടിവിസം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ആർക്കും അങ്ങനെ കയ്യും വീശി എന്തും ചെയ്തു പോകാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അങ്ങനെ വല്ലവരും ചെയ്താൽ അത് ചോദ്യം ചെയ്യപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ട്രോളപ്പെടുകയൊക്കെ ചെയ്യുന്ന കാലമാണ്.
അതുകൊണ്ട് അസ്വസ്ഥമാകേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുൻകൂർ പരിഹസിക്കപ്പെടുന്ന കാലമാണ് കേരളത്തിൽ. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോവുക? 5-10 സോഷ്യൽ മീഡിയ ഹാൻഡിലെങ്കിലും നാളെ ഇതിനെ സംബന്ധിച്ച് വിവിധ പത്രങ്ങളുടെ തലക്കെട്ടുകൾ എങ്ങനെയായിരിക്കും ഇന്ന് തന്നെ പ്രവചിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന് പറയുമ്പോൾ ഇപ്പോൾ പരമ്പരാഗത മാധ്യമങ്ങളുടെ ഒരു പ്രസക്തിയെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യണം തോന്നുന്നുണ്ട്. കാരണം ഇത്തരത്തിൽ ട്രോളുകളും കാര്യങ്ങളും വരുമ്പോൾ സോഷ്യൽ മീഡിയ ആണ് വലിയ രീതിയിൽ നമ്മൾക്ക് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ ഭരണാധികാരികൾക്കോ അവരുടേതായ പ്രൊപ്പഗാൻഡയ്ക്ക് മാധ്യമങ്ങൾ വേണമെന്നില്ല, സ്വന്തമായ മെക്കാനിസവും ഉണ്ട്. അപ്പോൾ ഇത് ഇനി ഒരു പ്രസക്തമാണോ പരമ്പരാഗത മാധ്യമങ്ങൾ? അല്ല, അത് എല്ലാ കാലത്തും ഇതിങ്ങനെ പ്രസക്തമല്ല എന്ന് പറയാറുണ്ട്. ഇപ്പം പിന്നെ എന്താണ് ടി വി വരുമ്പം ആദ്യം ടി വി വരുമ്പോൾ പറഞ്ഞിരുന്ന ഒരു മത്സരം ഓർമ്മ ഉണ്ടോ? ടി വി വരുമ്പം ആദ്യം പറഞ്ഞിരുന്നത് പത്രങ്ങൾ ഉണ്ടാവില്ല എന്നായിരുന്നു. പത്രങ്ങൾ ഉണ്ടാവുകയില്ല, പത്രങ്ങൾ ഇതോടുകൂടി നശിച്ചു. പിന്നെ വർഷം പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. 2000 ആണ്ടോടുകൂടി യേശു തിരിച്ചു വരും പോലെയായിരുന്നു. 2000 ആണ്ടോട് കൂടിയിട്ട് 2 കാര്യങ്ങളാണ് നടക്കുന്നത് പറഞ്ഞു. ഒന്ന് യേശു തിരിച്ചു വരലും നടക്കും, പത്രങ്ങൾ ഇല്ലാതാവലും നടക്കുന്നു. രണ്ടും നടന്നിട്ടില്ല. ഇപ്പം ഈ പത്രങ്ങളിൽ അങ്ങനെ ടി വി വന്ന കാലത്ത്, ടി വിയിൽ വാർത്ത വന്ന കാലത്ത് പത്രങ്ങൾ ഇല്ലാതാവുമെന്ന് പറയപ്പെട്ടിരുന്ന കാലത്ത് ഇന്ത്യയിലെ പത്രങ്ങളിൽ പരസ്യം ചെയ്യുന്ന പരസ്യ ഏജൻസികളുടെ ഒരു പരസ്യം കണ്ടത് ഓർമ്മയുണ്ടോ? ഒരു പരസ്യം ഉണ്ടായിരുന്നു അന്ന്. പിന്നെ തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ, തീവണ്ടിയിൽ എല്ലാവരും യാത്ര ചെയ്യുന്നു. അപ്പോൾ ഒരാൾ മാത്രം, കുറേ ആൾക്കാർ പത്രം വായിക്കുന്നു, ഒരാൾ മാത്രം വലിയൊരു ടി വി മടിയിൽ വെച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ പരസ്യവാചകം എങ്ങനെയാണ്? ഇത് ഒരിക്കലും സംഭവിക്കില്ല, ഇങ്ങനെ നിങ്ങൾക്ക് പിന്നെ കൊണ്ടു നടക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് പത്രം തന്നെ വേണ്ടിയുള്ളൂ. ഇതേ ആൾ കടപ്പുറത്ത് ഒരാളിരിക്കുന്നു, അയാളുടെ മടി, എല്ലാവരും ഇങ്ങനെ പല കളികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഒരാൾ മാത്രം ഒരു വലിയ ടി വി മണൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഒരാൾ ഇതേപോലെ തന്നെ പാർക്കിലിരുന്നിട്ട് ബെഞ്ചിന് മുകളിൽ ഇത് വെച്ചിട്ട്, ഇതിനൊക്കെ ഒരൊറ്റ പരസ്യവാചക. ഇത് നടക്കില്ല. പക്ഷേ ഇങ്ങനെ ആളുകൾ മടിയിലിരുന്ന് ടി വി അത് മടിയിലിരുന്നിട്ട് അതിനെക്കാട്ടും ചെറുത് കാണാൻ തുടങ്ങി. ഈ സംഭവം ഉണ്ടല്ലോ, ഈ ഒരു പേടിപ്പിക്കൽ, ഇതെല്ലാ കാലത്തും ഉണ്ടാവും. ഈ സാങ്കേതിക വിദ്യ മാറുമ്പോഴും കാലഘട്ടം മാറുമ്പോഴും ഒക്കെ ഉണ്ടാവും. നമ്മളെ മലബാറിൽ പിന്നെ ഈ റെയിൽവേ വന്ന കാലത്തുള്ളൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഈ തീവണ്ടി വരണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കാണാൻ നിന്നു. അപ്പോൾ തീവണ്ടി വന്നിട്ട് നിൽക്കുന്നുണ്ട്, തീവണ്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഓടാൻ തുടങ്ങിയില്ല. അപ്പോൾ എല്ലാവരും കാണാൻ നിന്ന്. അപ്പോൾ ഒരാൾ പറഞ്ഞ ഇത് ഓടൂല, ഇതെങ്ങനെ ഓടുക, ഇത് ഓടൂല, ഇത് പിന്നെ ഇരുമ്പിൻ്റെ റോഡും ഇരുമ്പിൻ്റെ ചക്രവും, ഇതോടൂല, ഇതെങ്ങനെ ഓടുക, ഇത് ഓടാൻ പോകുന്നില്ല. അങ്ങനെ ഓടി തുടങ്ങിയപ്പോൾ മൂപ്പര് പറഞ്ഞ് ഇത് നിൽക്കൂല, ഇതെങ്ങനെ നിൽക്കുക, ഈ ഇരുമ്പിന് മുകളിൽ കൂടെ ഇതുകൊണ്ട് ഓടി തുടങ്ങിയത് ഒറ്റ പോക്കായിരിക്കും, പിന്നെ നിൽക്കില്ല. അങ്ങനത്തെ ഒരു ബേജാറ് എല്ലാ കാലത്തും ഉണ്ടാവും. അത് സാങ്കേതിക വിദ്യ മാറുമ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ പിന്നെ സാധ്യതകൾ വരുമ്പോഴും ഉണ്ടാവും. സാധ്യതകൾ ആദ്യം ഒരു ബേജാറായിട്ടാണ് മനുഷ്യൻ കാണുക. അതത്ര വലിയ ബേജാറാവാനൊന്നുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതുകൊണ്ട് ഉപയോഗിച്ചോളൂ. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചർച്ചയിൽ പരമ്പരാഗത മാധ്യമങ്ങളുടെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു, മാധ്യമ വിശ്വാസ്യതയെക്കുറിച്ചെല്ലാം ചർച്ച ചെയ്തു. റിപ്പോർട്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് പ്രസിദ്ധീകരിച്ച ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യ ഇന്ന് 161 സ്ഥാനത്താണ് നിൽക്കുന്നത്. 180 രാജ്യങ്ങളുടെ കണക്കിൽ നിന്നാണ് 161. 2022 അത് 150 അപ്പോൾ ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകളും ഭരണകൂട പ്രശ്നങ്ങളും ഉണ്ടായിട്ടും സോഷ്യൽ മീഡിയ അടക്കമുള്ള പരമ്പരാഗത മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്നത്. ആ പ്രതീക്ഷ തന്നെയാണ് ഏതൊരു സമൂഹത്തെയും ജനാധിപത്യത്തെയും ശക്തിപ്പെടുത്തുന്നത്. നന്ദി, നമസ്കാരം.